നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ 2 ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ക്രിസ്മസ് തീമൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള പിക്ചറാണ്. ഇത് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് സ്റ്റുഡിയോയിൽ കൊടുത്ത് കളർ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു സൈസിലുള്ള പിക്ചറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു A4 ഷീറ്റിൽ 4 പിക്ചർ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് ഫോട്ടോ പോലെ കട്ടിയുള്ളതല്ല, പേപ്പറാണ്. അതുപോലെ തന്നെ ഇതിന് പൈസയും കുറവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പിക്ചർ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇത് ബോട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗമല്ലേ അരിക്, ആ ഒരു ഭാഗത്ത് ശരിക്കും വ്യത്യാസം എടുത്തറിയും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് വെള്ളം നനച്ച് കുതിർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു സൈഡ് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെള്ളം നനച്ച് കുതിർത്ത് വെച്ചാലാണ് ഇതൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് കുതിർന്ന് കിട്ടും വേഗം തന്നെ. അപ്പോൾ ചുറ്റും നമ്മൾ ഇതുപോലെ വെള്ളം നനച്ച് കൊടുത്ത് ഒന്ന് കുതിർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ചുറ്റും നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് തിന്നാക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഉള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനുള്ള ഗ്ലൂ റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ ഗ്ലൂവിൻ്റെ കൂടെ 1 സ്പൂൺ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ എത്രയാണോ ഗ്ലൂ എടുക്കേണ്ടത് അത്ര തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിത് 1 സ്പൂൺ എടുത്തപ്പോൾ ഏതാണ്ട് ഒരു 1.5-2 സ്പൂൺ ഗ്ലൂ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ബോട്ടിലായിട്ട് ഏകദേശം നടുക്കിലാണ് ഞാൻ ഈ ഒരു പിക്ചർ ഒട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പിക്ചർ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കാര്യമുള്ളത്, എൻ്റെ ഈ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഈ പിക്ചർ ഒട്ടിക്കുമ്പോൾ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചുളിവൊന്നും വരാണ്ട് ഒട്ടിച്ചാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ബോട്ടിൽ നല്ല പരന്നിട്ടുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുളിവൊന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ഒട്ടിക്കുന്ന ടൈമിലാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എത്രത്തോളം കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ചുളിവ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചുളിവൊന്നും വന്നിട്ടില്ല, നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും കട്ട് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം എത്ര വേണമെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി കട്ട് ചെയ്താലാണ് ചുളിവ് വരാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ട് ഗ്ലൂവും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ഒട്ടിയിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഗ്ലൂ ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. വൈറ്റ് കളറും അതുപോലെ തന്നെ റെഡ് കളർ ആക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പഞ്ച് യൂസ് ചെയ്താണ് ഞാനിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുള്ള പിക്ചറിൽ അതും അതുപോലെ ബോട്ടിലും രണ്ടും കൂടി ചേരണ ആ ഒരു ഭാഗത്ത് രണ്ടിലും കൂടി പെയിൻ്റ് ആവണം. ആ ഒരു രീതിയിൽ ഞാനിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചുറ്റും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോട്ട് കൊടുത്താൽ പോരാ, ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കോട്ട് വൈറ്റും കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഈ വൈറ്റിൻ്റെ ചുറ്റും നമ്മൾ റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കവർ ചെയ്ത് കിട്ടില്ല. സ്പഞ്ച് വെച്ചിട്ടാകുമ്പോൾ നല്ല കവറേജ് കിട്ടും. ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ റെഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കവറേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരു പ്രാവശ്യം കൂടി പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വൈറ്റും റെഡും കൂടി ചേരണ ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 പെയിൻറ്റുകളും നന്നായിട്ട് ഉണങ്ങണേലും മുമ്പ് വേണം കേട്ടോ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വൈറ്റ് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കോട്ട് കൊടുത്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങാനായിട്ട് എടുത്തു വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത ബോട്ടിലും കൂടി റെഡിയാക്കി എടുക്കാം. ഞാനിതിൽ നേരത്തെ പോലെ തന്നെ പിക്ചറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലൂ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചറിൻ്റെ അരുഭാഗം കൂടി കവർ ചെയ്യണ രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കുറച്ച് പെയിൻറ്റ് ആ ഒരു പിക്ചറിലും കൂടി ആവണ രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്പഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഡാബ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനിതിൽ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ഒരു മൂൺ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യം വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്ത പ്രാവശ്യം കൂടിയും, അതായത് 2 കോട്ട് വേണം മൂണിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, എങ്കിലാണ് നല്ലൊരു കളർ ഇതിന് കിട്ടുള്ളൂ. ഇനി ചെറിയൊരു സ്പഞ്ച് വെച്ചിട്ട് അവിടെ ഇവിടെയായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞ് പോലെ തോന്നാനാണ് ഈ രീതിയിൽ ചെയ്യണത്. ഇനി താഴെ ഞാൻ നന്നായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സാന്റാക്ലോസ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ബോട്ടിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. താങ്ക്